ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയുടെ അമിതമായ സ്നേഹം മകനെ തെറ്റായ വഴിയിലേക്ക് നയിക്കരുതെന്ന് ദേവിക പ്രഭാവതിയോട് പറയുന്നു. തനിക്ക് നന്ദനോട് ഇപ്പോൾ വെറുപ്പില്ലെന്നും ചന്ദ്രോത്ത് കുടുംബത്തോട് വലിയ ബഹുമാനമാണുള്ളതെന്നും ദേവിക വ്യക്തമാക്കുന്നു. ഇത് കേട്ട് പ്രഭാവതി കരഞ്ഞുകൊണ്ട് ദേവികയോട് വീട് വിട്ടുപോകരുതെന്ന് അപേക്ഷിക്കുന്നു. ദേവികയുടെയും നന്ദന്റെയും കാര്യത്തിൽ വലിയൊരു അപകടം വരാൻ പോകുന്നു എന്ന് ശാരിക ഗിരിയോട് ആശങ്ക പങ്കുവയ്ക്കുന്നു. എന്നാൽ സ്വന്തം സഹോദരൻ ജയിലിൽ പോകാൻ കിടക്കുന്ന ദേഷ്യത്തിൽ രജനി ശാരികയെ അപമാനിക്കുന്നു. തുടർന്ന് ഗിരി ശാരികയെ പിന്തുണച്ച് സംസാരിക്കുന്നു. നന്ദൻ നാളെ കോടതിയിലെത്തില്ലെന്നും അതിനായി വീണ്ടും തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഋഷി അരുന്ധതിയോട് പറയുന്നു. എല്ലാം തുറന്നു പറയുമെന്ന് അരുന്ധതി ഭീഷണിപ്പെടുത്തുമെങ്കിലും ഋഷി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വായടപ്പിക്കുന്നു. നന്ദനെ തട്ടിക്കൊണ്ടുപോകാനായി ഇസബെല്ല ഗുണ്ടാ സംഘത്തെ ഫോണിൽ വിളിക്കുന്നു. ഇത് കെവിൻ കേൾക്കുമെങ്കിലും ഇസബെല്ല ഒഴിഞ്ഞുമാറുന്നു. നന്ദനെ ഇനിയും സ്നേഹിക്കുന്നുണ്ടോ എന്ന ശാരികയുടെ ചോദ്യത്തിന് ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം നിൽക്കുന്നത് കണ്ട മാനസിക വിഷമം തനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് ദേവിക പറയുന്നു. നാളത്തെ കാര്യങ്ങൾ നേരിടാൻ രാധിക ധൈര്യം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവിക കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു. എപ്പിസോഡിന്റെ അവസാനം വാടക ഗുണ്ടകൾ ചന്ദ്രോത്ത് തറവാട് വാളയുകയും മുൻവാതിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.